നമസ്കാരം. അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന എൻ ഷംസീറിന്റെ വാക്കുകൾക്ക് മറുപടിയുമായി ഷാഫി പറമ്പിൽ MLA. അത് തന്റെ പാർട്ടിയും പാലക്കാട്ടെ ജനങ്ങളും നോക്കുമെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു MLAയുടെ പ്രതികരണം. അവനവന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആർജവമില്ലാതിരിക്കുന്നതാണ് പരാജയമെന്ന് സ്പീക്കർ തിരിച്ചറിയണം. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളയാളാണ് സ്പീക്കറെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ കസേരയും കമ്പ്യൂട്ടറും തല്ലിപ്പൊളിച്ചിട്ടില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കണ്ണുരുട്ടൽ ഭയന്ന് പദവിയുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന സ്പീക്കർ പരാജയമാണോ എന്നത് അദ്ദേഹം ആത്മപരിശോധന നടത്തണമെന്നും ഷാഫി പറഞ്ഞു. ബ്രഹ്മപുരം വിഷയത്തിൽ നിയമസഭയിലുണ്ടായ പ്രതിഷേധത്തിനിടയിലായിരുന്നു സ്പീക്കറുടെ പരാമർശം. സ്പീക്കറെ മറയ്ക്കുന്ന തരത്തിൽ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി കാണിച്ചതാണ് സ്പീക്കറെ പ്രകോപിപ്പിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ബാനറുമായി പ്രതിഷേധിച്ചപ്പോഴായിരുന്നു സ്പീക്കറുടെ വിമർശനവും പരിഹാസവും. പ്രതിപക്ഷ അംഗങ്ങളിൽ പലരും നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചവരാണെന്ന് പറഞ്ഞ സ്പീക്കർ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഷാഫി പറമ്പിൽ അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ബ്രഹ്മപുരം മാലിന്യ വിഷയത്തിൽ പ്രതിഷേധിച്ച കൊച്ചി കോർപ്പറേഷനിലെ UDF കൗൺസിലർമാരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. N ജയരാജനെ സ്പീക്കർ ശ്രദ്ധ ക്ഷണിക്കലിനായി ക്ഷണിച്ചു. പ്രതിപക്ഷം ബാനർ ഉയർത്തിയതിനാൽ സ്പീക്കറെ കാണാനാകുന്നില്ലെന്ന് ജയരാജ് പറഞ്ഞു. ഡൈസിന് മുന്നിൽ ബാനർ ഉയർത്തുന്നതിനാൽ മുഖം കാണാനാകുന്നില്ലെന്നും അങ്ങനെ ചെയ്യരുതെന്നും സ്പീക്കർ വ്യക്തമാക്കി. പാലക്കാട് MLA ഷാഫി പറമ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ബാനർ ഉയർത്തിയുള്ള സമരം ജനങ്ങൾ കാണുന്നുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഷാഫി പറമ്പിലിന് പിന്നാലെ റോജി M ജോണിനെയും ചാലക്കുടി MLA സനീഷ് ജോസഫിനെയും സ്പീക്കർ ഉപദേശിച്ചു. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചവരാണെന്നും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. 16ാം നിയമസഭയിലേക്ക് വരേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. TJ വിനോദിനോട് എറണാകുളത്തെ ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്, മുഖം മറയ്ക്കുന്ന രീതിയിൽ ബാനർ പിടിക്കരുതെന്നും സ്പീക്കർ പറഞ്ഞു. ആ ബോധ്യമുണ്ടായാൽ മതിയെന്നും സ്പീക്കർ പറഞ്ഞു. അതേപോലെ CR മഹേഷ് MLAയോട് കരുനാഗപ്പള്ളിയിലെ ജനങ്ങൾ കാണുന്നുണ്ടെന്നും റോജി M ജോൺ MLAയോടും ഇത് അങ്കമാലിയിലെ ജനങ്ങൾ കാണുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. ചെറിയ മാർജിനിലാണ് പലരും ജയിച്ചത്. ചാലക്കുടിയിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. 16ാം സഭയിൽ വരേണ്ടതാണ്. വെറുതെ ഇമേജ് മോശമാക്കരുത്. എല്ലാവരും ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചവരാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഷാഫി അടുത്ത തവണ തോൽക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. അടിയന്തര പ്രമേയമായി വിഷയം പരിഗണിക്കാനാവില്ലെന്നും സബ്മിഷനായി ഉന്നയിക്കാമെന്നുമായിരുന്നു സ്പീക്കർ എൻ ഷംസീറിന്റെ നിലപാട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ വരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഗൗരവമുള്ള വിഷയമാണിത്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും എന്നതിനാലാണ് അടിയന്തര പ്രമേയം അനുവദിക്കാത്തതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. UDF കൗൺസിലർമാർ കോർപ്പറേഷൻ കൗൺസിലിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചതാണെന്ന് നിയമമന്ത്രി P രാജീവ് പറഞ്ഞു. ഇതിനുശേഷമാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ലെന്ന് സ്പീക്കർ സഭയിൽ റൂളിംഗ് നൽകിയത്. ബ്രഹ്മപുരം പ്രശ്നത്തിൽ തുടർച്ചയായ 2ാം ദിവസവും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. കൊച്ചി കോർപ്പറേഷനിലെ വനിതാ കൗൺസിലർമാർക്കെതിരായ പോലീസ് നടപടിയിൽ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയത്. ഇതിന് പിന്നാലെ ഷാഫി പറമ്പിൽ MLAക്കെതിരെ സ്പീക്കർ നടത്തിയ പരാമർശവും പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കി.